ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളിന്ന് ഹസം പോവാണ് ചേച്ചിയുടെ അടുത്തേക്ക്. അവിടെ കുൽസുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ രാവിലെ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഒരു 12 മണിയാകുമ്പോൾ അവിടെ എത്തും. ഇന്ന് രാത്രിയാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ആ വ്ളോഗ് കാണാം. എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇവിടെ നമ്മൾ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര തണുപ്പാണല്ലോ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 3:30 എഴുന്നേറ്റു. ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി നമ്മളിപ്പോൾ ഇറങ്ങാണ്. ഭയങ്കര തണുപ്പും പുറത്ത് ഒടുക്കത്തെ തണുപ്പ്, രക്ഷയില്ല. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് കുളിച്ചിട്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം, സമയമായിട്ടുണ്ട്. ക്ഷമ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ ക്ഷമ? ചെറുതായിട്ടൊക്കെ അതെ. ഷാമു ജാക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഹസലിൽ നല്ല തണുപ്പാന്നാണ് കേട്ടത്. ചേച്ചി പറയാം ഒടുക്കത്തെ തണുപ്പാണ്, രക്ഷയില്ലാന്ന്. ഇവിടെ എല്ലാവരും സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ സ്വെറ്റർ ടീഷർട്ട് ഇട്ടോണ്ടാന്ന് തോന്നണ്, അത്ര തോന്നണില്ല. ഷാമ് സ്വെറ്റർ ടീഷർട്ട്, അതിൻ്റെ മുകളിൽ ജാക്കറ്റ്. അമ്മേനെ കണ്ടോ ഷാമ്? അമ്മ മറ്റേ തേയിലക്കാരിട്ടാണ് മറ്റേ സാധനം ഇല്ലേ, അതുപോലത്തെ സാധനം. ജൂലി ബൈ ബൈ. അത് ഈ എന്തോ ഒച്ച വീഴണേ, ഒച്ച വീഴണേന്ന്. പക്ഷെ എന്തെങ്കിലും വീഴണ ഒച്ച. മഞ്ഞാണോ? അമ്മയുടെ സെറ്റർ ഉണ്ടാ? ഇതാ ഞാൻ പറഞ്ഞേ. സീനൊന്നുമില്ല, നമ്മുടെ പെർപ്പസിനൊക്കെയാണ്. ശ്യാമേ, നമ്മൾ എന്തിനാ സെറ്റർ ഇടണേ? തണുക്കാതിരിക്കെ. നമ്മള് കൂടല്ലൂരെത്തി ചായ കുടിക്കാൻ നിർത്തിയതാട്ടോ. നല്ല തണുപ്പുണ്ട്. ഞാൻ ഉറങ്ങായിരുന്നു ഇത്രയും നേരം. ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയില്ലേ? അവിടെ തുടങ്ങിയപ്പോ ഞാൻ ഉറങ്ങിയത്. ഇവിടെ എത്തി. നല്ല ചൂട് വടയും ചായയൊക്കെ കുടിച്ചുട്ടോ. ആദ്യം എനിക്ക് വടയൊക്കെ വേണ്ട, എണ്ണയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാനാ. പക്ഷെ ഇവരെല്ലാവരും കഴിക്കണം കേട്ടോ. ഞാനും കൂടെ കഴിച്ചു അങ്ങോട്ട് വട. ഒരു കിലോ ക്യാരറ്റ് താങ്കോ? ചൂടാക്കത്ത് 1 കിലോ ക്യാരറ്റ് താങ്കോ? നമ്മളൊരു 6-10 ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഫോറസ്റ്റിലെ മുതുമലൈ അവിടെയാണ്. അപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 6:25 ആയപ്പോഴാണ് പിന്നെ അവർ ഓപ്പൺ ചെയ്തത്. നല്ല മഞ്ഞ്. ഇവിടെ ഇപ്പോൾ തുറന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം ഇവിടെ ബ്ലോക്കായിരുന്നു. 6 മണിക്ക് ഇവിടെ ഓപ്പൺ ആക്കുക. പക്ഷെ ഇന്നിപ്പോൾ 6:25 ആയിട്ടുണ്ട്. ഇവിടെയാണ് അവർ തുറന്നത്. എവിടെ മഞ്ഞ് ആന. നമ്മളവിടെ കുട്ടിയാനേനെ കണ്ടായിരുന്നു കേട്ടോ. അവിടെയുണ്ട്. അങ്ങട്ടത്ത് കാണുന്നില്ല മഞ്ഞായിട്ട്. ഞാൻ ഈ ഡിസംബർ ടൈമിൽ ആദ്യമായിട്ടാട്ടോ ഹസലിൽ പോണേ. കഴിഞ്ഞ വട്ടം ഡിസംബറിൽ ചേച്ചി ഇവിടെയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ഡിസംബറിൽ ചേച്ചി ഇവിടെയായിരുന്നു. 2nd ഡിസംബറിലാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാട്ടോ. അവിടെ നെഞ്ചങ്കോടോ മൈസൂര് കഴിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങായിരുന്നു. അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. തൊപ്പിയൊക്കെ പോയി. വെയിലിന്റെ നേരെ ഇരിക്കുക, ചൂടുള്ള. ശ്യാമേ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ശ്യാമിന് ജലദോഷം പിടിച്ചു. നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ഹസൻ എത്തും. അവിടെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അവിടുത്തെ പരിപാടി. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും. ഇപ്പൊ ഒന്ന് തണുപ്പൊക്കെ കുറഞ്ഞട്ടോ. കാറ്റടിക്കുമ്പോ ഒരു തണുപ്പുണ്ട്, അല്ലാണ്ട് വലിയ തണുപ്പില്ല ഇപ്പൊ. ഇപ്പൊ ഞാൻ വീണാണ്. അമ്മ ഇപ്പൊ തണുപ്പ് പറഞ്ഞില്ലേ? ശ്യാമിന് ചെറുതായിട്ട് തണുപ്പടിച്ചൊരു തുമ്മലൊക്കെ വന്ന്.
ശ്യാം ഒരു സിട്രസിനൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരു 2.5 മണിക്കൂറില്ല നമുക്ക്, 2.5 മണിക്കൂറുണ്ട് നമുക്ക് മൈസൂരിൽ നിന്ന് ഹസൻ വരെ. അപ്പം നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 11:30 ആകുമ്പോൾ എത്തുന്നതാണ് അവിടെ. നമുക്ക് പരിപാടി വൈകുന്നേരം 5 മണിക്കാണെന്ന് തോന്നുന്നു. പോയി കഴിഞ്ഞിട്ട് അറിയാം ബാക്കി വിശേഷം. അച്ഛനും അമ്മ അടി പിടിക്കുക അവിടെ. അമ്മക്ക് ഡൗട്ട് കായലാണോന്ന്, അല്ല അമ്മക്ക് ഡൗട്ട് കടലാണോന്ന്, അല്ലേ? കടലാണെങ്കിൽ കടലാണ്. ശ്യാംകുമാറെ എന്തെടുക്കുക? വർക്കൊന്നും ചെയ്യണ്ട ശ്യാമേ, ക്രിസ്മസ് ഒക്കെ അല്ലേ. പൈസ ചേരുവോ മാസം മാസം? പിന്നെ ഞാൻ തരാലോ. അമ്മരാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ആപ്പിളൊക്കെ കഴിച്ചു. രാവിലത്തെ ഫുഡ് തീരെ പറ്റിയില്ല, എനിക്ക് കഴിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ആർക്കേ ഇഷ്ടപ്പെട്ടില്ല. ഗീ റോസ്റ്റ് ആയിരുന്നു, നല്ല ഗീ ആയിരുന്നു. വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുമായിരുന്നു. എനിക്കാണെങ്കിൽ കാർ ഇങ്ങനെ അടഞ്ഞിടുന്ന ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ഇത്രയും നേരം ട്രാവൽ ചെയ്യുകയല്ലേ, ഒരു 7 മണിക്കൂറെങ്കിലും ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛൻ ഷാമിനെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ തുറന്നിട്ടേക്കുക ഫുള്ള് വിൻഡോസ്. നമ്മൾ വീട്ടിൽ നിന്ന് ബ്രെഡും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായി, അത് കഴിച്ചില്ല. അപ്പം എന്തായാലും ഇനി ചീത്ത ആവണ്ടല്ലോ വിചാരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയതാണ്. ഇപ്പം വെയിൽ, നല്ല വെയിൽ. തണുപ്പ് വന്നാൽ ഭയങ്കര തണുപ്പും വെയിൽ വന്നാൽ ഭയങ്കര വെയിലും. ശ്യാമിന്റെ മുഖത്തെ പുഞ്ചിരി. ചിക്കൻ എന്ന് പറഞ്ഞത് ഡ്രസ്സിലാവും. നോക്ക്, നോക്കട്ടെ. ഇതെന്താ, എന്ത് ചിക്കനാ? ചേപ്പൻ വെപ്പ്. ബ്രെഡ് മാത്രല്ല ചപ്പാത്തിയും കൂടെ ഉണ്ട്. ചപ്പാത്തിയും ചിക്കനും. ശ്യാമ ബ്രെഡും ചിക്കനും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ രാത്രി വെച്ച ചിക്കനാണ്, അപ്പൊ ഇന്നത്തേക്കായപ്പോ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. ഹസൻ ചേച്ചിയുടെ വീടെത്തി. അപ്പൊ നമ്മളെന്തായാലും ഇറങ്ങട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. കേറ്, ചേച്ചിയുടെ വണ്ടിയാണല്ലോ. നല്ല വെയിലുണ്ട്. ഹായ് പറയൂ. കുൽസ് മഞ്ചാടി മഞ്ചാടി. എന്തൊരു ഡിമാൻഡല്ലേ, ഭയങ്കര ഡിമാൻഡാ. നോക്കിക്കണതൊക്കെ ആരാണ്? ചിരിക്കണോ വേണ്ടെന്ന കൊച്ചാലോചിക്കണേ. ആ എന്തോ അടക്കി പിടിച്ചേക്ക. അപ്പം തിന്നാൻ കൈകൊട്ട് പടിയേ, അപ്പം തിന്നാൻ കൈകൊട്ട്. അമ്മ പറഞ്ഞേ കൊച്ച്, കൊച്ചമ്മ പറഞ്ഞേ, അമ്മ പറഞ്ഞേ. മാമൻ, കണ്ണ മാമൻ. പല്ല് കാണിച്ചു കൊടുത്തേ. ഈ കാണിച്ചു കൊടുത്തേ. എങ്ങോട്ടാ പോണ്ടേ? ആ പല്ല് കാണിച്ചു കൊടുത്തേ. കൂടിറക്കാൻ പോയാ അവര്. ഇതാ വരണു, ഇതാരാ? പിന്നെ അതിൻ്റെ ഇടയിൽ ലഞ്ചൊക്കെ കഴിച്ചു. സാമ്പാർ, തോരൻ, പിന്നെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തിരുന്ന് വർത്താനം പറയാണ്. ശ്യാമും അച്ഛനും മുകളിൽ പോയി കിടക്കാൻ വേണ്ടി. അമ്മ അകത്തുണ്ട്. ഞങ്ങളെല്ലാവരും അകത്തിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോൾ കുറച്ച് നേരം വെയിലുള്ളാൻ വേണ്ടി പുറത്ത് വന്നിരുന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അകത്തൊക്കെ നിലത്ത് നല്ല തണുപ്പ്. ഞാനാണെങ്കിൽ ചെരുപ്പും കൊണ്ടുവന്നില്ല അകത്തിടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ കുറച്ച് നേരം വെയിലുള്ളാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വന്നിരുന്നത്. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ, അതുകൊണ്ട് തണുപ്പ് വരണതിന് പിന്നെ കുളിച്ചു. പിന്നെ ഇവിടെ ഒരാൾ ചായ വയ്ക്കുക വിത്ത് പരദൂഷണം അല്ലേ, വിത്ത് വിശേഷങ്ങൾ. ഈ മറ്റേ ചക്കയ്ക്കത്തെ ചങ്കരനല്ലേ കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചായ വെക്കാൻ ഞാൻ പഠിപ്പിക്കുകയാണ്, ഇത് വേറെ കാര്യം. എന്താ ഞാൻ നോക്കിക്ക ചേച്ചി ചായ വയ്ക്കാം. ഇവിടെ വേറെ ഒരാളും കൂടെ ഉണ്ട്, പിങ്കു ചുങ്കു, സോറി പിങ്കു അനിയത്തി അല്ലേ. ഡാൻസ് കളിക്കേ, ചേച്ചിമാര് ഡാൻസ് കളിക്കണം. നിന്നു പോയല്ലോ. മഞ്ചാടി കുലുങ്ങണ്ട് എവിടേക്കോ. ഒന്നൊരു ഇളക്കമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാൻ റെഡിയായി. എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എവിടെ വെച്ചിട്ടാണ് ഒന്നും അറിയില്ല. റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ ഈ ബർത്ത്ഡേ പരിപാടിക്ക് കേട്ടോ. ഷാമിനാണെങ്കിൽ ജലദോഷം വന്ന് രാവിലത്തെ തണുപ്പടിച്ച്, അമ്മയ്ക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 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 എല്ലാവരും ലാവൻഡർ കളറാണ്. ഞാൻ ഷാമും മാത്രം വെറൈറ്റിക്ക് യെല്ലോയാന്ന് തോന്നുന്നു, കുഞ്ഞു യെല്ലോയാണ്. ബാക്കി എല്ലാവരും ലാവൻഡറാണ്. ഇവിടെ എല്ലാവരും ലാവൻഡർ ഷെയ്ഡാ കണ്ടോ, ലാവൻഡർ പർപ്പിൾ. അമ്മയച്ഛനും പർപ്പിള്. ടാറ്റാ ടാറ്റാ ബൈ ബൈ സീ യു. നമ്മള് പോവാ അല്ലെ, എവിടെ പോവാ? കേക്ക് കട്ട് ചെയ്യാൻ പോവാ. ആദ്യമായിട്ട് എന്റെ നാത്തൂൻ മേക്കപ്പ് ചെയ്യണു. അത്ഭുതം. ചേച്ചി പറഞ്ഞോണ്ട് മാത്രം കേട്ടോ മേക്കപ്പ് ചെയ്യണത്. ഒക്കെ ക്യാമറയിലൊക്കെ വരട്ടെ. പക്ഷെ നിങ്ങളുടെ ഒന്നും മുഖം കാണുന്നില്ല. കുൽസു കുൽസു ഹായ് പറയൂ. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് ഇറങ്ങണത്. ഫൈനലി എല്ലാവരും റെഡി ആയി കഴിഞ്ഞത് ഇപ്പോഴാണ്. മൈസൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരാനുണ്ടായി. അപ്പോൾ അവരൊക്കെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. എവിടെ പോവാ? ഞങ്ങളെ ബർത്ത്ഡേ സെലിബ്രേഷന് പോവാ. ടാറ്റ ബൈ. ശ്യാമേ താൻ എന്ത് കളറാടോ? ശ്യാമ നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് വൈറ്റ്. കുൽഷു കുൽഷു ലാവണ്ടറാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് നല്ല തണുപ്പാണെന്നാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നമ്മളിവിടെ എത്തിയിട്ടോ. പക്ഷെ ഇവിടെ ചെരുപ്പ് ഊരണം എന്ന് പറഞ്ഞു. ചെരുപ്പ് ഊരിപ്പണി ഐസ് പോലെ കാര്യം. ഇതാണ് നമ്മുടെ സ്പേസ്. നമ്മുടെ കുൽസുവിന്റെ ഡ്രസ് യെല്ലോ. കുൽസു ഡ്രസ് മാറാൻ പോണേനാ. ഇതാണ് നമ്മുടെ കുൽസുവിന്റെ കേക്ക് കേട്ടോ. എന്തായാലും കൊള്ളാം. ഡെക്കറേഷനൊക്കെ ആയാലും കൊള്ളാം. ഒരു സ്പേസ് എന്തായാലും കൊള്ളാം. നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുൽസുവിൻ്റെ ബർത്ത്ഡേ ശരിക്കും December 20 ആയിരുന്നു. അന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും എത്തണ ഒരു ഡേറ്റ് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വെച്ചത്. അത് December 24 നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ 2 പിള്ളേരുടെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി ഉള്ളപ്പോൾ അതും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ്. അത് പ്രശാന്ത് ഏട്ടൻ്റെ പെങ്ങടെ പിള്ളേരാട്ടോ. അവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവരുടെയും കൂടെ കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും രണ്ടുപേരും ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ലാത്തൊരവസ്ഥയിലായിരുന്നു. രണ്ടും ഒരുമിച്ച് ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട്. പറയുമ്പോൾ 1 വയസ്സിന് എന്തോ ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് അതും ഈ പാക്കേജിലുള്ളതാണ്.
അവർ തന്നെ എടുത്ത് അവർ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. പിന്നെ കുൽസുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ ലാസ്റ്റ് ഓണത്തിന് കണ്ടതാണ്. പിന്നെ വീഡിയോ കോളിലൂടെയാണ് ആൾ കാണുന്നത്. ആദ്യം കുറച്ച് ചിരിക്കാനും വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ ആൾ സെറ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം പോയിട്ട് ആകെ ഒരു ദിവസം നിന്നുള്ളൂ, പെട്ടെന്ന് തന്നെ പോന്നു. ചേച്ചി എന്തായാലും നെക്സ്റ്റ് മന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് 1 വീക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അടുത്ത മാസമാണ് കൊച്ചിൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ എന്തായാലും പിറന്നാളിന് ചേച്ചി ഇവിടെ ഉണ്ടാവും മലപ്പുറത്ത്. അങ്ങനെ അവിടെ ഓരോ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഡിന്നറും അല്ലേ? അതെ, ഡിന്നർ ഇവിടെ തന്നെയാണ്. ഇതിവിടെ ഇങ്ങനെ ഒരു ഹാൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പുറത്തെന്തോ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഓരോ ബർത്ത്ഡേ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് തിയേറ്റർ വൈബാണ് എടുത്തത്. ഞങ്ങളുടെ റൂം തിയേറ്റർ വൈബായിരുന്നു. കൊള്ളാം, ഏതായാലും നല്ലതാ അല്ലേ? കൊള്ളാം അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഓരോ റൂമും ഇങ്ങനെ ഓരോന്ന് ഫങ്ഷൻസിന് കൊടുക്കണമെന്ന് തോന്നുന്നു. ബർത്ത്ഡേ മാത്രമാണോ അതോ വെഡിങ് ആനിവേഴ്സറി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണ ബർത്ത്ഡേ, അപ്പുറത്തെ ബർത്ത്ഡേ. ശരിയാ, പക്ഷെ കൊള്ളാം. പിന്നെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ തണുപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കുറച്ച് ചൂടുണ്ട്. സ്വെറ്റർ ഇട്ടിട്ടില്ല. സ്വെറ്റർ ഇട്ടാൽ ഗുമ്മു പോയാലോ വിചാരിച്ചിട്ട് സ്വെറ്റർ ഇട്ടിട്ടില്ല. കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനേ ചേച്ചിയുടെ ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ആ ബ്ലഷ് ഏതാന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചേച്ചി. ഏതാ ബ്ലഷ്? ഓഫീസ് ലിപ്സ്റ്റിക് തന്നെയാ? ഏതാ ബ്രാൻഡ്? ഓഫീസ് ചേച്ചി മസ്കറ്റിലെ ബ്രാൻഡാണ്. ചേച്ചി ഭയങ്കര പ്രോയാണ് മേക്കപ്പിൻ്റെ. ഇത് പ്രശാന്ത് ഏട്ടൻ്റെ ഒരു പെങ്ങളാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്. ആളിവിടെ ഇല്ല, ആൾ പുറത്താണ്. ഞാൻ ആ ബ്ലഷ് നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ച് വരാൻ നേരം എനിക്ക് ആ ചേച്ചി അതൊക്കെ തന്നാട്ടോ ഇട്ടത്. എന്തായാലും കൊള്ളാം, സാധനം കൊള്ളാം കേട്ടോ. ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചുണ്ടിന് അത് ചേരുന്നില്ല ലിപ്സ്റ്റിക്കാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബ്ലഷാക്കി യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചേച്ചി എയർലൈനിൽ വർക്ക് ചെയ്യണോണ്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും. സോറി ഗൈസ്, ഇവിടെ അല്ലായിരുന്നു ഫുഡ്. നമ്മൾ വേറെ ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. വേറെ എവിടെ നിന്നായിരുന്നു എനിക്കറിയില്ലായിരുന്നു. സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. പിന്നെ ചേച്ചി ഓർഫനേജിലും കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കൊരു 3 പേർക്കേ അലൗഡ് ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ എമൗണ്ട് കൊടുത്താൽ മതി. അവർ തന്നെ അവരുടെ രീതിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കും. നമുക്കാകെ 3 പേർക്കേ അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പോയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ അല്ലേ? തണുപ്പുണ്ട്. പോടുന്നു ശ്യാമേ, തണുപ്പുണ്ട്. അതെ, മഞ്ഞ് വരണം കണ്ടാ. സോറി, എനിക്ക് നേരത്തെ ചേച്ചി ഞാനുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ തന്നെയാണ് ഫുഡ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫുഡ് വേറെ അടുത്താണ്. അവിടെ സെലിബ്രേഷൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ സെപ്പറേറ്റാണ്, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും അപ്പുറത്തോ. എല്ലാവരും കൂടെ ബാത്റൂമിൽ. ഇത് വീഡിയോയാ. ബാത്റൂമിൽ വെച്ച് നമ്മളെല്ലാ ഗേൾസും കൂടിയപ്പോൾ ഒരു ഫോട്ടോ എടുത്തതാട്ടോ ആ കണ്ടത്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടേഴ്സാണ് വന്നത്. ഈ വന്ന സാധനത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഇതൊരു ഫിഷായിരുന്നു, മറ്റേതൊരു ചിക്കനാണെന്ന് അറിയാം. സ്റ്റാർട്ടേഴ്സ് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം, ചിക്കനും കൊള്ളാം, ഫിഷും കൊള്ളാം അല്ലേ? പിന്നെ ഒരു പ്ലാറ്റർ വന്നു. ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും തന്നെ വയറങ്ങോട്ട് നിറഞ്ഞു കേട്ടോ. സാലഡും കഴിച്ചു അതിൻ്റെ ഇടയിൽ. പിന്നെ ഒന്നും കഴിക്കാനുള്ള ഗ്യാപ്പില്ല. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് തന്നെ വയറ് നിറഞ്ഞു അല്ലേ? മെയിൻ ഡിഷൊന്നും വന്നിട്ടുമില്ല. ശ്യാമേ, മെയിനായിട്ട് ഞാൻ കഴിച്ചത് കുറച്ച് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗുലാബ് ജാമും ഐസ്ക്രീമും
ഫ്രഷ് ലൈമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിക്കാനുള്ള ഗ്യാപ്പില്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് പതുക്കെ മെല്ലനെ എല്ലാവരോടും സംസാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കഴിച്ചത്. ഈ ഒരു ടേബിൾ മൊത്തം നമ്മളായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു. സാധാ എനിക്ക് ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കഴിക്കുന്ന ഹോട്ടലിൽ നിന്നൊന്നും അത്ര ഇഷ്ടപ്പെടാറില്ല ഫുഡ്. പക്ഷേ ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഫുഡ്. ഇവിടുത്തെ എല്ലാ ഫുഡും കൊള്ളായിരുന്നു കേട്ടോ. ലാസ്റ്റിലേക്ക് ഞാനൊരു പുലാവ് കഴിച്ചിട്ടുണ്ടായി. ഒരു ഗ്രീൻ കളർ എന്തോ ഹെൽത്തി ലീവ്സ് എന്തോ ഇട്ടിട്ടുള്ളതായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ച് വന്നു, ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.